ശബരിമല സമദർശനത്തിൻ്റെയും സമത്വത്തിൻ്റെയും അതേപോലെ സാമാജിക സമരസതയുടെയും കേന്ദ്രമാണ്. ലോകത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഒരു പ്രത്യേകമായ കാലയളവിൽ വന്നു ചേരുന്ന ഇത്രയും ശ്രേഷ്ഠമായ ചൈതന്യവത്തായ ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. അത് ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ശബരിമലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാരും ദിവസങ്ങളോളം വ്രതമെടുത്ത് വ്രതധാരികളായിട്ടാണ് ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി വളരെ കാലങ്ങളായി പല ശക്തികളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതേ ശക്തികൾ തന്നെയാണ് ഇപ്പോൾ ശബരിമലയുടെ പേരിൽ, അയ്യപ്പൻ്റെ പേരിൽ അയ്യപ്പ ഭക്ത മഹാസംഗമം നടത്താൻ പോകുന്നത്. ഈ മഹാസംഗമത്തിന് ഒരിക്കലും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ എതിരല്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥത പേറുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയ്യപ്പ ഭക്തസംഗമം നടത്താം. പക്ഷേ ഈ അയ്യപ്പ ഭക്തസംഗമത്തെക്കുറിച്ച് ആദ്യം രംഗത്ത് വന്നത് ദേവസ്വം മന്ത്രിയായിരുന്നു. പിന്നീട് സർക്കാർ ആണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്ന്, ഭക്തജന സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഒട്ടനവധി എതിർപ്പുകൾ ഉണ്ടായ സമയത്ത് പിന്നീടാണ് ദേവസ്വം ബോർഡിൻ്റെ പേരിലാണ് ഈ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് രംഗത്ത് വന്നത്. അതിൽ തന്നെ ഒരു കാപഠ്യമുണ്ട്. അവരുടെ ഉദ്ദേശശുദ്ധിയെയാണ് നാം ചോദ്യം ചെയ്യുന്നത്, അയ്യപ്പ ഭക്ത സംഗമത്തെയല്ല. കാരണം നാം ചോദിക്കുന്ന ഒരു ചോദ്യം, 20-ാം തീയതി ഈ അയ്യപ്പ ഭക്ത സംഗമം നടക്കുമ്പോൾ അവിടെ ശരണം വിളി ഉണ്ടാകുമോ? അവിടെ അയ്യപ്പൻ്റെ ചിത്രമോ പ്രതിമയോ അവിടെ മാല ചാർത്തലോ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുമോ? അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഉദ്ഘാടകനായി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വാസിയല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അയ്യപ്പ ഭക്തസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്? ഇതാണ് നാം ഉയർത്തുന്ന ഒരു ചോദ്യം. നേരത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരള സർക്കാർ പോയി ക്ഷണിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ആയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയും വിശ്വാസിയല്ല. സനാതന ധർമ്മത്തെ എന്ത് വില കൊടുത്തും തകർക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. അയ്യപ്പൻ്റെ മറ്റൊരു പേര് ധർമ്മശാസ്താവ് എന്നാണ്. അതായത് ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് അയ്യപ്പൻ. അങ്ങനെ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമലയിൽ, പമ്പ സന്നിധിയിൽ അയ്യപ്പൻ്റെ പേരിൽ ഒരു സംഗമം എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഉദ്ഘാടനം ചെയ്യുക? ഇതാണ് നാം ഉയർത്തുന്ന ചോദ്യം.
അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച്, അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുകയും കൃത്യമായ വിവരങ്ങൾ കോടതിയെ അറിയിക്കണമെന്ന് പറയുകയുമുണ്ടായി. അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കാപഠ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും ഈ സെപ്റ്റംബർ മാസം 22-ാം തീയതി അയ്യപ്പൻ്റെ ജന്മഭൂമിയായിട്ടുള്ള പന്തളത്ത് വെച്ച് ശബരിമല സംരക്ഷണ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കും. ഗുരുസ്വാമിമാർ, മേൽശാന്തിമാർ, പൂജാരിമാർ, തന്ത്രിമാർ, പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, സന്യാസി വര്യന്മാർ, വിവിധ ഹിന്ദു സംഘടനകളിലെ പ്രതിനിധികൾ, അയ്യപ്പ ഭക്ത സംഘടനകൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന വിശാലമായ ഒരു ശബരിമല സംരക്ഷണ സമ്മേളനമാണ് പന്തളത്ത് നടക്കാൻ പോകുന്നത്. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ വികസനത്തെക്കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത്. അവർ ഒരിക്കലും വിശ്വാസത്തെക്കുറിച്ച് പറയുന്നില്ല. വിശ്വാസം അവർക്കൊരു പ്രശ്നമേയല്ല, കാരണം അവർ വിശ്വാസികളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശബരിമല സംരക്ഷണ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, പ്രമേയം വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ളതാണ്. വികസനം അനിവാര്യമാണ്, പക്ഷേ അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. വിശ്വാസത്തെയും വികസനത്തെയും രണ്ടാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ അതൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ശബരിമല സംരക്ഷണ സമ്മേളനം നടത്തുന്ന ശബരിമല കർമ്മസമിതിയും മറ്റ് ഹിന്ദു സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം വികസനം എന്നുള്ളതാണ്. അപ്പം അത്തരമൊരു കാര്യക്രമമാണ് 22-ാം തീയതി നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണി മുതൽ 3 മണി വരെ വിവിധ സെഷനുകളിലായി ഈ വിഷയത്തെ സംബന്ധിച്ച് അവിടെ ചർച്ചകൾ ഉണ്ടാവും. ഈ സെമിനാറിന് ശേഷം വൈകുന്നേരം ആയിരക്കണക്കിന് ഭക്തന്മാർ പങ്കെടുക്കുന്ന വളരെ വിപുലമായ അയ്യപ്പ ഭക്ത സമ്മേളനം, അതായത് ശബരിമല സംരക്ഷണ സമ്മേളനം പന്തളത്ത് വെച്ച് നടക്കും. യഥാർത്ഥത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരാണ് പന്തളത്ത് ഒരുമിച്ച് ചേരുന്നത്. സർക്കാരിന് കാപഠ്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ യുക്തി, ഒന്ന്, സർക്കാർ ഹിന്ദു സംഘടനാ നേതാക്കന്മാരെയും ഒക്കെ ഈ സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിക്കാനൊക്കെ പോകുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സത്യവാങ്മൂലത്തെ സംബന്ധിച്ചും അതേപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കള്ളക്കേസുകളുമൊക്കെ അതിനെ സംബന്ധിച്ച് അത് പിൻവലിക്കാം എന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു നടപടികളും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ആ സത്യവാങ്മൂലത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ കോടതികൾ കയറിയിറങ്ങി നടക്കുകയാണ്. ആ കേസുകളൊന്നും തന്നെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു കാപഠ്യത്തിൻ്റെ സമ്മേളനമാണ് എന്ന് പറയാനായിട്ട് കാരണം. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമാണ് സെപ്റ്റംബർ മാസം 22-ാം തീയതി നടക്കാൻ പോകുന്നത്. ആ സമ്മേളനത്തിലേക്ക് ആബാലവൃദ്ധം അയ്യപ്പ ഭക്തന്മാരെ ഈ ഒരു അവസരത്തിൽ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.